ആർക്കും ധൈര്യത്തോടെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ചില സിനിമകൾ ഉണ്ടാവാറില്ലേ? അത്തരത്തിൽ ചില സിനിമകൾ മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും 2020 ശേഷം അതിൽ ഏറ്റവും മുന്നിലുള്ള സിനിമയാണ് മമ്മൂക്ക നായകനായി നിസാം ബഷീർ സംവിധാനം ചെയ്ത റോഷാക്ക്. ഏത് ഭാഷയിലുള്ള പ്രേക്ഷകനും ധൈര്യത്തോടെ ഇതൊരു മലയാള സിനിമയാണ്, കണ്ടു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചിത്രം. റോഷാക്ക് പോലെ ഒരു സിനിമ അതിനു മുൻപോ അതിനു ശേഷമോ മലയാളത്തിൽ എന്തായാലും വന്നിട്ടില്ല. അത്രയേറെ അടിമുടി വ്യത്യാസപ്പെട്ട സിനിമ. 400-ലധികം സിനിമകൾ ചെയ്ത മമ്മൂക്കയാണ് ഈ ചിത്രത്തിലെ നായകൻ. എന്നാൽ മമ്മൂക്കയുടെ ഒരു കഥാപാത്രമായോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു സിനിമയുമായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത സിനിമ. ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് സമീർ അബ്ദുൾ ആണ്. ഈ സിനിമയുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് മരണപ്പെട്ടവനോട് മരണത്തിന് ശേഷമുള്ള പ്രതികാരമാണ്. ഒരു പക്ക റിവഞ്ച് ത്രില്ലർ തന്നെയാണ് സിനിമ. എന്നാൽ അതിലേറെ നിഗൂഢതയും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സിനിമ. സമീർ അബ്ദുൾ ഈ ഒരു ബേസിക് പ്ലോട്ടിനെ അതിഗംഭീരമായി സ്ക്രിപ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ കണ്ടുവന്നിട്ടുള്ള ഒരു ടെറനിൽ നിന്നുകൊണ്ടല്ല ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും ഇതിലെ കഥാപാത്രങ്ങളുടെ സ്വഭാവ രീതികളാണെങ്കിലും സംസാര രീതികളാണെങ്കിലും ഒക്കെ തീർത്തും വ്യത്യസ്തമായിട്ട് തന്നെയാണ്. സമീർ അബ്ദുൾ ഗംഭീരമായി ഒരുക്കിയ സ്ക്രിപ്റ്റിനെ അതിനേക്കാൾ ഗംഭീരമായി തന്നെ നിസാം ബഷീർ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ക ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ഒരു മലയാള സിനിമ. ആര് കണ്ടാലും ഒരു തരത്തിലും നിരാശപ്പെടാത്ത സിനിമ. സമീർ അബ്ദുളിന്റെ ഗംഭീര സ്ക്രിപ്റ്റിലേക്കും നിസാം ബഷീറിന്റെ ഗംഭീര മേക്കിങ്ങിലേക്കും സമീർ അബ്ദുളിന്റെ ഗംഭീര സ്ക്രിപ്റ്റിംഗിലും നിസാം ബഷീറിന്റെ ഗംഭീര മേക്കിങ്ങിലും നിൽക്കുന്ന ഒരു സിനിമ മാത്രമല്ല റോഷാക്ക്. ഇതിനെല്ലാം മുകളിലേക്ക് മമ്മൂട്ടി എന്ന അഭിനേതാവ് ലൂക്ക് ആന്റണിയായി എത്തുമ്പോൾ ആ സിനിമയെ ഒന്നാകെ മമ്മൂട്ടി ലിഫ്റ്റ് ചെയ്യുന്നൊരു ഫീൽ ഉണ്ട്. കാരണം ഒരു തരത്തിലും നമ്മൾക്ക് മുൻപ് എവിടെയും കണ്ട ഒരു സിനിമയുടെ റിസംബ്ലൻസ് തോന്നാതെ ലൂക്ക് ആന്റണി എന്ന നായക കഥാപാത്രത്തെ, ആ കഥാപാത്രത്തിന്റെ എല്ലാ നിഗൂഢതകളും നിലനിർത്തിക്കൊണ്ട് മമ്മൂട്ടി പെർഫോം ചെയ്തിരിക്കുന്നു. അടിമുടി കഥാപാത്രമായി മാറുക എന്നുള്ള ഒരു അഭിനേതാവിന്റെ കർമ്മം മമ്മൂട്ടി ഏറ്റവും മനോഹരമായി ചെയ്ത സിനിമകളിൽ ഒന്നാണ് റോഷാക്ക്. ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഒരു പാതിരാത്രി പെരുമഴയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന് കയറുന്ന ലൂക്ക് ആന്റണിയിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. അവിടെ മുതൽ മമ്മൂട്ടി എന്ന അഭിനേതാവ് ലൂക്ക് ആന്റണിയെയും റോഷാക്ക് എന്ന ചിത്രത്തെയും കൊണ്ടുപോവുകയാണ്. തീർച്ചയായിട്ടും എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു സിനിമ. ഒരിക്കൽ കൂടെ പറയുന്നു, ഏതൊരാൾക്കും മലയാള സിനിമയാണെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ കാണിച്ചു കൊടുക്കാവുന്ന സിനിമ. ഉറപ്പിച്ചു പറയാം, റോഷാക്ക് പോലൊരു ചിത്രം അതിനു മുൻപോ അതിനുശേഷമോ മലയാളത്തിൽ വന്നിട്ടില്ല.